ഹായ് ഹലോ എല്ലാവർക്കും KS മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്ന ഡിഗ്രി തല പരീക്ഷകൾക്ക്, പ്രത്യേകിച്ച് നടക്കാൻ പോകുന്ന പ്രിലിംസ് പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ ഇപ്പോൾ കേരള ബാങ്കിന്റെ മെയിൻസ് എക്സാമിനോ ഒക്കെ തയ്യാറെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായി പഠിക്കേണ്ട ഒരു ഭാഗമാണ് ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ എന്ന് പറഞ്ഞ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഏരിയ. പ്രിലിംസ് പരീക്ഷയ്ക്കാണെങ്കിൽ 10 മാർക്കിന് ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ് നമ്മൾ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി മെയിൻസിനാണെന്നുണ്ടെങ്കിൽ 5 or 3 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്ന ഒരു ഭാഗമാണ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളതാണ്. ഇതേ ടിപ്സ് തന്നെ നിങ്ങൾക്ക് മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് എന്ന രീതിയിലാണ്, എസ്പെഷ്യലി അപ്കമിങ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട്. സോ 10 മാർക്കിനാണ് ഇത് പ്രിലിംസിന് വരുന്നത്. ഈ ഒരു 10 മാർക്കിന് വരുന്നതിൽ പൊതുവേ നമ്മൾ സ്റ്റുഡൻസിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മിസ്സേ ഒരു 2-3 മാർക്കൊക്കെ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. സിമ്പിൾ ആയിട്ട് ഒരു 7-8 മാർക്ക് വാങ്ങാവുന്ന സബ്ജക്റ്റ് ആണിത്. ഇതിനകത്ത് 2-3 മാർക്ക് എന്നുള്ളത് നിങ്ങളെ റാങ്കിൽ ഒത്തിരി പുറകിലാക്കുന്ന ഒരു സംഭവമാണ്. ഈ ഒരു 8 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്ക് ഒരു ഇതിനു വേണ്ടി പഠിക്കാനിരുന്നാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു 8 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും? 3 മാർക്കും 8 മാർക്കും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ. എങ്ങനെയാണ് ആ 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്? പലർക്കും സംശയം, ഇത് എവിടെ നിന്ന് പഠിക്കണം, എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ബുക്കാണ് റെഫർ ചെയ്യേണ്ടത്, ഇങ്ങനെ കുറെ സംശയങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം ഒരു ഉത്തരമായിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. സോ തുടങ്ങാം. അപ്പൊ നമ്മൾ ഇന്നൊരു സിലബസ് ഡീകോഡിംഗ് പ്ലസ് ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഡീൽ ചെയ്യുന്നത്. ഈ സബ്ജക്റ്റിൽ ഈ ഒരു സിലബസിനകത്ത് ഇങ്ങനെ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നെങ്കിലും 4 സബ്ജക്റ്റ് ഇതിനകത്ത് വരുന്നത്. സ്പോർട്സ് വരുന്നുണ്ട്, ലിറ്ററേച്ചർ വരുന്നുണ്ട്, ആർട്സ് ഉണ്ട്, കൾച്ചർ ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് എപ്പോഴും ചോദിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതുവരെ നടന്നിട്ടുള്ള പ്രിലിംസ് പരീക്ഷകൾ എടുത്താൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് സ്പോർട്സിൽ നിന്നും ലിറ്ററേച്ചറിൽ നിന്നുമാണ്. ഇവിടെയാണ് കൂടുതൽ പ്രയോറിറ്റി. സോ 10 മാർക്ക് വരുന്നതിൽ ഒരു 3 മാർക്ക് സ്പോർട്സും ഒരു 3 മാർക്ക് ലിറ്ററേച്ചറും കൊണ്ടുപോകും. ആ 6 മാർക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 4 മാർക്കായിരിക്കും ഈ ആർട്ടും കൾച്ചറും എന്നുള്ള ഭാഗം മാറിയും തിരിഞ്ഞുമൊക്കെ വരുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സ്പോർട്സിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. സ്പോർട്സിൽ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, ഒന്നാമത്തത് ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ ആളുകളെ നിങ്ങൾ അറിയണം, നാഷണൽ ലെവലിൽ ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെട്ട ആളുകളെ നിങ്ങൾ അറിയണം, വേൾഡ് അതായത് ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ട ആളുകളെ നിങ്ങൾ അറിയണം. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേരുകൾ നമ്മുടെ മുന്നിൽ വന്നു പോകും അല്ലെ. ഇപ്പോൾ ഒളിമ്പിക്സിന്റെ സമയത്ത് ശ്രദ്ധിക്കപ്പെട്ടവർ, കോമൺവെൽത്ത്, ഏഷ്യൻ ഗെയിംസ്, ഇങ്ങനെ ഒരുപാടുണ്ട്. ഇവിടെ എല്ലാം ശ്രദ്ധിക്കപ്പെട്ട കുറെ പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഇവരെല്ലാം കൂടെ ഓർത്തു വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്, കറണ്ട് അഫെയർ ലിങ്ക് ചെയ്ത് നമുക്ക് ഓർത്തു വെക്കാനായിട്ട് പറ്റണം. കഴിഞ്ഞ പരീക്ഷയ്ക്ക്, ഇപ്പൊ ഈ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന പ്രിലിംസിന്റെ പരീക്ഷയ്ക്കൊക്കെ സച്ചിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കാരണം എന്താണ്, വേൾഡ് ലെവലിലും ഇന്ത്യൻ ലെവലിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള വളരെ പ്രശസ്തനായ ഒരു കായിക താരമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ 50 വയസ്സായി. അതിനോടനുബന്ധിച്ചുള്ള ബാക്കി പരിപാടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ഒരു വർഷം ന്യൂസിൽ അത്രയധികം നിന്നതാണ്. അങ്ങനെയാണ് സച്ചിന്റെ റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ആളുകളെ പിക്ക് ചെയ്യണം എന്നുള്ളത് മനസ്സിലായോ? ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കറണ്ട് അഫെയർ ലിങ്ക്ഡ് ആയിട്ട് ഇത്ര വർഷം തികഞ്ഞവർ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടൊരു അച്ചീവ്മെന്റ് നേടിയവർ, നീരജ് ചോപ്ര അതേപോലെ ചോദിക്കാൻ അത്രയും ചാൻസ് ഉള്ള ഒരാളാണ്. കാരണം എന്താ, വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ഒരു സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് അദ്ദേഹം. അപ്പൊ ഈ രീതിയിലൊക്കെ മാറി തിരിഞ്ഞു വരാം. ഇനി അതേപോലെ തന്നെ വിംബിൾട്ടണിൽ നിന്ന് കാർലോസ് അൽക്കാരാസിനെ കുറിച്ച് ചോദിക്കും. കാരണം എന്താ, നൊവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തി മെഡൽ അല്ലെങ്കിൽ കപ്പ് സ്വന്തമാക്കിയാളാണ് കാർലോസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ രീതിയിലായിരിക്കും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നവർ അവരെ ആയിരിക്കും ഇവിടെ ചോദിക്കുന്നത്. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം? അവരുടെ സ്പോർട്സ് ഇവന്റ് ഏതാണ്. സച്ചിന്റെ ഇവന്റ് ക്രിക്കറ്റ് ആണെന്നുള്ളത് നമുക്കാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലെ. ഇപ്പൊ കാർലോസ് അൽക്കാരാസ് ടെന്നീസ് ആണെന്നുള്ളത് നമുക്ക് ഓർത്തു വെക്കാനായിട്ട് പറ്റണം. അതേപോലെ അവരുടെ അച്ചീവ്മെന്റുകൾ, അവാർഡുകൾ, ഇതൊക്കെ വേണമെങ്കിൽ അവാർഡ്സ് അല്ലെങ്കിൽ അവർ നേടിയിട്ടുള്ള ഓണേഴ്സ്, കാര്യങ്ങൾ, ഇതൊക്കെ ആയിരിക്കും പ്രധാനമായിട്ട് ഇവിടെ ചോദിക്കുക. അപ്പൊ ഈ രീതിയിൽ ആളുകളെ പിക്ക് ചെയ്ത് പഠിക്കാൻ പറ്റണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഫേമസ് സ്പോർട്സ് അവാർഡ്സ് എന്നുള്ളതാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിലുള്ള അവാർഡ്സ് ഉണ്ട്. ഉദാഹരണം എന്താണ്, ലോറസ് സ്പോർട്സ് അവാർഡ്സ് എന്നുള്ളതാണ്. അത് നോട്ട് ചെയ്ത് വെച്ചോണം. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പഠിക്കുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നോട്ടിലുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കിയിരിക്കണേ.
ലോറസ് സ്പോർട്സ് അവാർഡ്സ് എന്നുള്ളത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തത് ഇന്റർനാഷണൽ ലെവൽ വരുന്നതിൽ അടുത്തതാണ് ഫിഫ അവാർഡ്സ് എന്നുള്ളത്. ഫിഫ എല്ലാ വർഷവും നൽകുന്ന അവാർഡ്സ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നത് ICC നൽകുന്ന അവാർഡ്സ് ആണ്, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ നൽകുന്ന അവാർഡ്സ്. ഇങ്ങനെയുള്ള കുറച്ച് ഇന്റർനാഷണൽ അവാർഡ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കാമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പമാകും. ലോറസ് അവാർഡ്സിൽ വരുമ്പോഴത്തേക്ക് സ്പോർട്സ് മാൻ ഉണ്ടാകും, സ്പോർട്സ് വിമൻ ഉണ്ടാകും, സ്പോർട്സിന്റെ കോച്ച് ഉണ്ടാകും, അതേപോലെ തന്നെ ബെസ്റ്റ് ഗോൾ കീപ്പർ എന്ന രീതിയിലേക്കൊക്കെ ഫിഫയുടെ അവാർഡ്സിലേക്ക് വരുന്നുണ്ട്. പുസ്കസ് അവാർഡ്സ് എന്ന് പറയുന്നത് ഫിഫയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഈ രീതിയിൽ വരുന്ന കാര്യങ്ങൾ ആ വ്യക്തികളുടെ പേരുകൾ റിലേറ്റഡ് വെച്ച് ഓർത്തിരിക്കണം. ഇനി നാഷണൽ ലെവലിലോ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? നാഷണൽ സ്പോർട്സ് അവാർഡ്സ് എന്നുള്ളത് നമുക്ക് ഖേൽ രത്ന പുരസ്കാരം തൊട്ട് ഇങ്ങോട്ടേക്ക് കിടക്കുന്ന 6 അവാർഡുകളുണ്ട് നാഷണൽ സ്പോർട്സ് അവാർഡ്സിൽ. ഈ 6 അവാർഡുകൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒന്ന്, മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം എന്നുള്ളത്. അടുത്തത് അർജുന അവാർഡ് എന്നുള്ളത്. ഖേൽ രത്ന കഴിഞ്ഞാൽ അർജുന അവാർഡ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി അത് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് മേജർ ധ്യാൻചന്ദ് പുരസ്കാരമുണ്ട്. മേജർ ധ്യാൻചന്ദ് പുരസ്കാരം വരുന്നുണ്ട്. അപ്പൊ ഖേൽ രത്ന, അർജുന അവാർഡ്, ദ്രോണാചാര്യ അവാർഡ്, അത് മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പുരസ്കാരമാണ് ദ്രോണാചാര്യ അവാർഡ് എന്നുള്ളത്. ഈ 4 എണ്ണം മാത്രമെങ്കിലും നിങ്ങൾ നാഷണൽ അവാർഡ്സിനകത്ത് നോക്കിയിട്ടുണ്ടാകണം എക്സാമിന് പോകുന്നതിന് മുന്നേ. ഇനി അടുത്തത് സ്റ്റേറ്റ് ലെവലിലോ നമ്മുടെ കേരളത്തിൽ നൽകുന്ന അവാർഡുകളിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള അവാർഡിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് ഏതാണ്? GV രാജ അവാർഡ്സ് എന്നുള്ളതാണ്. GV രാജ അവാർഡ്സ് ഇത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകണം. GV രാജ അവാർഡ്സ് ഇതല്ലാതെ നൽകുന്നത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ നൽകുന്ന അവാർഡ്സ് ഉണ്ട്. പരീക്ഷയ്ക്ക് മുന്നേ ചോദിച്ചിട്ടുള്ളത് കൂടിയാണ് ജിമ്മി ജോർജ് അവാർഡ് എന്നുള്ളത്. ആ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും അവാർഡ്സ് നിങ്ങളൊന്ന് കവർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ അവാർഡ്സ് കവർ ചെയ്യുമ്പോൾ നമ്മളിപ്പം 2024 25 പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒരു 23, 24 ഈ 2 സമയത്ത് അവാർഡുകൾ നോക്കണം. ഒപ്പം തന്നെ ഇതാദ്യമായി ലഭിച്ചിട്ടുള്ള വ്യക്തികളെ കുറിച്ചുകൂടെ ഒന്ന് അറിഞ്ഞു വെക്കണം. ആദ്യമായി ലഭിച്ച ഇപ്പൊ ഇന്റർനാഷണൽ അവാർഡ് ആണെങ്കിൽ ആദ്യമായി ലഭിച്ച വ്യക്തി, പിന്നെ ആദ്യമായി ലഭിച്ച ഇന്ത്യക്കാരനുണ്ടെങ്കിൽ അത്, ഇന്ത്യയിൽ നിന്ന് ആരൊക്കെ ഈ അവാർഡുകൾ നേടിയിട്ടുണ്ട്, അതിൽ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ, ഈ രീതിയിലൊന്ന് നോക്കി വെക്കണം. കാരണം നമ്മൾ തയ്യാറെടുക്കുന്നത് കേരള PSC നടത്തുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ കേരളത്തിൽ നിന്നുള്ള അച്ചീവ്മെന്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ ലെവൽ അവാർഡിലും അതുപോലെ തന്നെ അർജുന അവാർഡ് എന്നൊക്കെ പറയുന്നത് വർഷങ്ങളിൽ ഓരോ വർഷത്തും 20-ലധികം പേർക്ക് നൽകുന്ന ഒരു അവാർഡാണ് അർജുന അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഓർത്ത് വെക്കാൻ നമുക്ക് കുറേയധികം പേരുകൾ ഉണ്ടാകും. എല്ലാം ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യത്തത് അല്ലെങ്കിൽ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളെ അതൊരു കൃത്യമായിട്ടൊരു നോട്ട് എഴുതി വെച്ചൊന്ന് പഠിച്ചു നോക്കുക. വളരെ സിമ്പിൾ ആയിരിക്കും ഇത് ഓർത്ത് വെക്കാനായിട്ട്. പിന്നെ GV രാജ അവാർഡ്സ്. ഇനി അടുത്തത് പറയുന്നത് ഫേമസ് സ്പോർട്സ് ട്രോഫീസ് എന്നുള്ളതാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സുൽത്താൻ ഓഫ് ജോഹോർ കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹോക്കി എന്നുള്ളത് നമ്മളിപ്പോൾ സാധാരണ കുറച്ച് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അതറിയാൻ പറ്റും. സുൽത്താൻ ഓഫ് ജോഹോർ കപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ ഓരോ ഇവന്റ്, ഇപ്പോൾ ഫുട്ബോളിന് പ്രധാനപ്പെട്ട കുറേയധികം ട്രോഫീസ് അല്ലെങ്കിൽ മത്സരങ്ങൾ നടക്കാറ്, ഒരു കപ്പിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ നടക്കാറുണ്ട്. കലിംഗ കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇപ്പം നമുക്ക് ISL എന്നും IPL എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, ഇന്ത്യൻ സൂപ്പർ ലീഗ്, ഇന്ത്യൻ പ്രീമിയർ ലീഗ്, ഇതൊക്കെ ഏത് മത്സരങ്ങളാണെന്നറിയാം. ഇതേപോലെ പ്രധാനപ്പെട്ട സ്പോർട്സ് ഇവന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മത്സരങ്ങളുടെ ഒരു നോട്ട് നിങ്ങൾ റെഡിയാക്കി വെക്കണം. ഓക്കെ, ഏതൊക്കെ ട്രോഫീസ് ഏതൊക്കെ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളത്. ഇനി അടുത്തത് സ്പോർട്സ് ഇവന്റുകളും അതിനകത്ത് നമ്പർ ഓഫ് പ്ലെയേഴ്സും. ഇപ്പം ഹോക്കി 11 പേരാണ്, ഫുട്ബോൾ 11 പേരാണ്, ക്രിക്കറ്റ് 11 പേരാണ് കളിക്കുന്നത്. ഇത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇതേപോലെ ബീച്ച് വോളിബോളിന് ഇപ്പോൾ ഒരു ചോദ്യമാണ്, ബീച്ച് വോളിബോൾ എത്ര പേരാണ് ബീച്ച് വോളിബോളിൽ ഒരു ടീമിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്? ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് കുടുങ്ങി പോവുക. കാരണം നമ്മൾ ഇത് അത്ര ഫെമിലിയർ ആയിട്ടുള്ള സംഭവം. വോളിബോൾ ചിലപ്പോൾ നമുക്കറിയായിരിക്കും, ബീച്ച് വോളിബോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബീച്ച് വോളിബോൾ മത്സരവും ബീച്ച് ഫുട്ബോൾ മത്സരവും ഒക്കെ നടത്തുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെ വരുന്ന ഭാഗങ്ങൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം എന്നുള്ളത്. അവിടെയും കറണ്ട് അഫെയർ ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഭാഗവും പഠിക്കുന്നത്. അതേപോലെ വരുന്നതാണ് ഇപ്പോൾ നമുക്ക് ഒരു ഇന്റർനാഷണൽ ഇവന്റിൽ ഇന്ത്യൻ ടീം ഇതുപോലുള്ള സ്പോർട്സിൽ ഏതെങ്കിലുമൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇവന്റിൽ എത്ര ആളുകളാണ് ആ ഒരു ടീമിൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് എന്ന രീതിയിലും ചോദ്യം വരാം. ഈ രീതിയിൽ പഠിക്കണം. അടുത്തത് സ്പോർട്സ് ആൻഡ് ടേംസ് അസോസിയേറ്റഡ്.
സാധാരണ എപ്പോഴും ചോദിക്കുന്നത് ഇപ്പം ചോദിച്ചിട്ടുള്ളൊരു സംഭവമാണ് ക്യൂ എന്ന് പറയുന്ന ടേം എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത്. നമ്മൾ ബില്യാർഡ്സും സ്നൂക്കറും ഒക്കെ കളിക്കുമ്പോഴാണ് ഈ ക്യൂ എന്ന ടേം വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ടേമും അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സ്നാച്ച് ആൻഡ് ജർക്ക് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതൊക്കെ. അപ്പം ഇതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പല മേഖലകളിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഇവന്റുകൾ, അതിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടേംസ്, എസ്പെഷ്യലി ഒളിമ്പിക്സിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഇവന്റുകൾ, അതിലെ പ്രധാനപ്പെട്ട ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ രീതിയിൽ ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇടയ്ക്ക് അവർക്ക് ടഫ് ആക്കണം തോന്നുമ്പോൾ ക്രിക്കറ്റ് ബാറ്റിന്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ലെവലിലേക്ക് അത് പോകും. അത്ര ടഫായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഇപ്പൊ വിട്ടാലും ഒരു കുഴപ്പമില്ല. ബാക്കി 10 എണ്ണത്തിൽ നിങ്ങൾക്ക് ഒരു 9 എണ്ണം 8 എണ്ണം ശരിയാക്കാൻ പറ്റിയാൽ ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. ആ രീതിയിൽ മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ സ്പോർട്സിന്റെ ഭാഗത്തു നിന്ന് ചോദ്യം വരുന്നുണ്ട്. ഇനി ഇത് കൂടാതെ സ്പോർട്സിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഭാഗം ഏതാണ്? ഒളിമ്പിക്സ് എന്നുള്ളതാണ്. ഒളിമ്പിക്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പൊ അടുത്ത ഒളിമ്പിക്സ് 2024 ഒളിമ്പിക്സ് അതിന്റെ ദീപശിഖ പ്രയാണം കാര്യങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുക, അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് എടുത്തു വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചോദിക്കുന്നത് ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസും ആണ്. ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്തും മാറിയും തിരിഞ്ഞും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിക്കുമ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഈ പറയുന്നതല്ല, ഇപ്പം ആഫ്രോ ഏഷ്യൻ ഗെയിംസും സാഫ് ഗെയിംസും ചോദിക്കുന്ന ഒരു മേഖലയാണ്. ഈ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒന്ന്, ഇതിൻ്റെ വെന്യൂസ് എവിടെയൊക്കെ വെച്ചാണ് ഇത് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകണം. ഇനി ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ളതിലെ മാസ്കോട്ട് ഏതാണ് എന്നുള്ളത് നിങ്ങൾ, ഭാഗ്യചിഹ്നം ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ലോഗോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മോട്ടോയോ സ്ലോഗനോ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും ജനറൽ ആയിട്ട് നിങ്ങൾ ഏത് സ്പോർട്സ് ഇവന്റിനെ കുറിച്ച് പഠിച്ചാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് നമുക്കിപ്പം ഒരു ഉദാഹരണമായിട്ടൊരു ചോദ്യം പറയുകയാണെങ്കിൽ ICC വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടത്തിയ സമയത്ത് ഒരു ഒഫീഷ്യൽ സോങ് എന്തായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതേപോലുള്ള കാര്യങ്ങൾ, അപ്പോൾ ഒഫീഷ്യൽ സോങ്സ്, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടാകണം. ഇത്രയും നോട്ട് ചെയ്തത് വെച്ച് അത് നിങ്ങളൊരു ബോക്സ് ആയിട്ട് വെച്ച് തന്നെ വരച്ച് എഴുതി പഠിക്കുക. അപ്പോൾ ഓർത്തിരിക്കാനും എളുപ്പമായിരിക്കും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ താരങ്ങളും മലയാളി താരങ്ങളും അത് ഉറപ്പായും അറിഞ്ഞിരിക്കണം. ഇനി ഇന്ത്യൻ ഒറിജിൻ ഉള്ള വ്യക്തികൾ മറ്റ് രാജ്യത്തിന് വേണ്ടി കളിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതും ഒരു ചോദ്യമായിട്ട് വരാം. ഒളിമ്പിക്സ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതുവരെ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയിട്ടുള്ള വ്യക്തികളെ നമ്മൾ അറിയണം. അതിനകത്ത് ഇപ്പോഴത്തെ മാത്രം പോരാ, കാരണം അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടൊരു ഇവന്റ് അല്ലേ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. നമുക്ക് അധികം അങ്ങ് പഠിച്ചു പോകാനുമില്ല, വളരെ കുറച്ച് മെഡലുകളെ നമ്മൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് നേടിയിട്ടുള്ളൂ. പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ പറ്റണം എന്നുള്ളത് ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏഷ്യൻ ഗെയിംസ് എന്നൊക്കെ പറയുമ്പോൾ PT ഉഷയെ കുറിച്ചും മിൽഖ സിംഗിനെയൊക്കെ കുറിച്ച് നമ്മൾ ഉറപ്പായിട്ടും എന്ത് വേണം? ഏഷ്യൻ ഗെയിംസിൽ പഠിച്ചിട്ടുണ്ടാവണം. ഇനി നാഷണൽ ഗെയിംസ്, നമ്മുടെ നാട്ടിലെ നാഷണൽ ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾ, അവർ ഏത് മേഖലയിലാണ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്, അവരുടെ മറ്റ് അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ. അതേപോലെ മറ്റ് രാജ്യങ്ങളുടെ നാഷണൽ ഗെയിംസ് എന്നുള്ളത്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും നെയ്ബറിംഗ് കൺട്രീസിന്റെ നാഷണൽ ഗെയിംസിനെ കുറിച്ച് ചോദിക്കാം. ഇപ്പൊ ബംഗ്ലാദേശിന്റെ നാഷണൽ ഗെയിം ഏതാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. നേപ്പാളിൻ്റെത് ഏതാണ്, അല്ലെങ്കിൽ ഇത് തന്നിട്ട് കബഡി ഏത് രാജ്യത്തിന്റെ നാഷണൽ ഗെയിമാണ്, ഈ രീതിയിൽ മാറിയും തിരിഞ്ഞുമൊക്കെ ചോദിക്കാം. അതിപ്പോ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൽ മൊത്തത്തില് നിയമാനുസൃതം ഒരു രാജ്യം ഇതാണ് തങ്ങളുടെ നാഷണൽ ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാഷണൽ ഗെയിമിനെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അധികം ഒന്നും വേണ്ട, ഇന്ന രാജ്യത്തിന്റെ നാഷണൽ ഗെയിം ഇന്നതാണ്, അതെന്താണ്, അത് കുതിരയുമായി ബന്ധപ്പെട്ടതാണോ, അല്ലെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സിന്റെ ടൈപ്പിൽ വരുന്നതാണോ, ഈ രീതിയിൽ നമ്മൾ പല നാഷണൽ ഗെയിം പഠിക്കുമല്ലോ. ഇതൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത്, ബേസിക് ലെവലിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് സ്പോർട്സിൽ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. ഇത്രയുമാണ് നമുക്ക് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ വരുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്പോർട്സിൽ നിന്ന് ഏതൊരു ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാം. പെട്ടെന്ന് മാർക്ക് വാങ്ങാൻ പറ്റുന്നൊരു ഭാഗം കൂടിയാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. പക്ഷെ പഠിച്ചു വെക്കാൻ ഇവിടെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ഒരു സിമ്പിൾ ലെവലിൽ മതി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി സ്പോർട്സ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ലിറ്ററേച്ചർ എന്നൊരു ഭാഗമാണ്. ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ലിറ്റററി മൂവ്മെന്റ്സ് ഇൻ
മലയാളം, മലയാള ഭാഷയുമായി ഉണ്ടായിട്ടുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ പാട്ട് പ്രസ്ഥാനം തൊട്ട് ഇങ്ങോട്ടേക്ക് പഠിച്ചു വരും. പാട്ട് പ്രസ്ഥാനം പഠിക്കും, മണിപ്രവാള പ്രസ്ഥാനം പഠിക്കും. പിന്നെ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോവലും ചെറുകഥയും കവിതകളും ഖണ്ഡകാവ്യം, മഹാകാവ്യം, സഞ്ചാര സാഹിത്യം, ഇങ്ങനെ അങ്ങ് നീണ്ടു കിടക്കാണ്. ഒരുപാട് പ്രസ്ഥാനങ്ങളിലൂടെ ഭാഷ വളർന്നു വരികയായിരുന്നു. ഭാഷ വളരുന്നതിനനുസരിച്ച് സാഹിത്യത്തിലും അതിൻ്റെതായ മാറ്റം വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കൃതികൾ, ആദ്യം ഉണ്ടായിട്ടുള്ള കൃതികൾ, അതിൻ്റെ കർത്താക്കൾ, അതല്ലാതെ ഈ പ്രസ്ഥാനത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കൃതികളും കർത്താക്കളും, ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ ചീരാമനിൽ തുടങ്ങി അങ്ങ് നമ്മൾ പാട്ട് പ്രസ്ഥാനം പറയുന്ന ചീരാമനിൽ തുടങ്ങി ഇങ്ങേ അറ്റത്ത് വരെ നമ്മൾ എന്തൊക്കെ പഠിക്കാനുണ്ടോ അതെല്ലാം തന്നെ കവർ ചെയ്ത് പോകുന്നതായിരിക്കും ഈ ഒരു ഭാഗം, ലിറ്റററി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നിന്ന് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഏതെന്ന് പറഞ്ഞാൽ സംഘകാല കൃതികൾ എന്ന് പറയുന്നത്. സംഘകാല കൃതികളെ കുറിച്ചും ചോദിക്കാറുണ്ട്. 3-ാം നൂറ്റാണ്ട് BC തൊട്ട് 3-ാം നൂറ്റാണ്ട് AD വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിൽ 3 സംഘങ്ങളിലായി തമിഴ് റിലേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ ഫോം ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കാം. കാരണം അതിൽ എന്തുണ്ട്, ചേരന്മാരെ കുറിച്ചും ചേരനാടിനെ കുറിച്ചും ചേരനാട്ടിലെ ഭരണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരുകൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ആ ഒരു ഭാഗം ഇവിടെ അഡീഷണൽ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. മറ്റൊന്ന് പറയുന്നത് പ്രധാനപ്പെട്ട എഴുത്തുകാർ, അവരുടെ തൂലികാനാമങ്ങളും അപരനാമങ്ങളും, അതും ഈ പറഞ്ഞ പോലെ കറണ്ട് അഫെയറുമായിട്ട് ലിങ്ക് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിൽ എടുത്തു പഠിക്കേണ്ട കുറച്ചധികം പേരുകളുണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചാൽ, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി ഒന്ന് റെഫർ ചെയ്താൽ തന്നെ ഈ ഭാഗം കിട്ടും. അതൊന്ന് പഠിച്ചു വെച്ചാൽ ഈ ഭാഗം എളുപ്പമാകും. പിന്നെ ഈ പറഞ്ഞ പോലെ ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇത് നിങ്ങൾക്ക് പല രീതിയിൽ ചോദിക്കാം. ലിറ്റററി അവാർഡുകൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനകത്ത് ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാർ, മലയാളി എഴുത്തുകാർ, നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള എഴുത്തുകാർ, അവർക്ക് ഈ അടുത്ത് കിട്ടിയ അവാർഡുകൾ, കാര്യങ്ങൾ, പിന്നെ സ്റ്റേറ്റിൽ ലഭിച്ചിട്ടുള്ള അവാർഡുകൾ. സ്റ്റേറ്റിൽ നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരമാണ് പരമോന്നത പുരസ്കാരം. പിന്നീട് സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, ഇങ്ങനെ ഒരുപാട് അവാർഡുകൾ വരും. ഈ അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള വ്യക്തികൾ, അവരുടെ ബുക്കുകൾ അല്ലെങ്കിൽ അവരുടെ കൃതികളായിരിക്കും മിക്കപ്പോഴും ഈ ബുക്സ് ആൻഡ് ഓതേഴ്സിലേക്ക് എടുത്ത് ചോദിക്കുന്നത്. ഒരു ബുക്ക് തന്നിട്ട് ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്, ഇത് മാച്ച് ദ ഫോളോവിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതി വേണം ബുക്സ് ആൻഡ് ഓതേഴ്സ് പഠിക്കാൻ. ഇനി അടുത്തത് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ലിറിക്സ് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്നുള്ളതാണ്. അതായത് പ്രധാനപ്പെട്ട കുറച്ച് വരികൾ തരും എഴുത്തുകാരുടെ. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഗീതാഞ്ജലിയിൽ നിന്നായിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ ഇതേപോലെ നാഷണൽ ലെവലിലും നമ്മുടെ സ്റ്റേറ്റ് ലെവലിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കൃതികളിലെ വരികൾ തന്നിട്ട് ഇത് ആരെഴുതിയ വരികളാണ് അല്ലെങ്കിൽ ഏത് ബുക്കിലെ വരികളാണ് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം രവീന്ദ്രനാഥ ടാഗോർ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് കാരണം എന്താ, നമ്മുടെ ശാന്തിനികേതൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എന്നുള്ളത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരെണ്ണം അങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് ചോദിക്കാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇതുപോലെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. ഈ ലിറ്റററി അവാർഡ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലുമുള്ള അവാർഡുകൾ, അത് ആർക്കാ ലഭിച്ചത്, അവരുടെ കൃതികൾ, ആ ഭാഗം നിങ്ങൾ കവർ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ 3 പോർഷൻസ് നമുക്ക് അവിടെ നിന്ന് കവർ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ലിറ്ററേച്ചറിൽ നിന്ന് പിന്നെ എന്തായാലും ചോദ്യം വരും എന്ന് ഉറപ്പുള്ള ഒരു ഭാഗമാണ് ജ്ഞാനപീഠ ജേതാക്കൾ. ജ്ഞാനപീഠ ജേതാക്കളിൽ മലയാളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ജ്ഞാനപീഠ ജേതാക്കൾ എന്നുള്ളതാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ഇയറിൽ നിങ്ങൾക്ക് ജ്ഞാനപീഠം നേടിയിട്ടുള്ള വ്യക്തികളെ കുറിച്ചുകൂടെ നോക്കണം. അതല്ലാതെ ഇതുവരെ ജ്ഞാനപീഠം നേടിയിട്ടുള്ള മലയാളികൾ, ഇവരെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവരുടെ കൃതികൾ നോക്കണം. ഇവർ ഏത് വർഷം ജനിച്ചു, ഏത് വർഷം മരണപ്പെട്ടു, ഇവർക്ക് എന്തൊക്കെയാണ് അല്ലാതെ ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഇതൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡോ കേരള സാഹിത്യ അക്കാദമി അവാർഡോ ലഭിച്ചിട്ടുണ്ടോ, ഈ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ചോദിക്കാം. സോ ജ്ഞാനപീഠ അവാർഡ് ജേതാക്കൾ കേരളത്തിൽ
നിന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നത് മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, അതിന് തുടക്കം കുറിച്ചവർ, അതിന്റെ വളർച്ച, നാഴികക്കല്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പത്രം തൊട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പബ്ലിഷിംഗ് തൊട്ട് ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് മാഗസിൻസ്, മാസികകൾ, വാരികകൾ ഈ രീതിയിലൊക്കെ ചോദിച്ചു വരാറുണ്ട്. ഇത് കൂടുതലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിലേക്ക്, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. അപ്പൊ കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക നായകന്മാരെയും ചരിത്ര നായകന്മാരെയും നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പത്രങ്ങൾ നോക്കി വെക്കണം, അല്ലെങ്കിൽ അവർ പുറത്തിറക്കിയിട്ടുള്ള മാഗസിൻ, മാസികകൾ നമ്മൾ നോക്കി വെക്കണം. അതായിരിക്കും നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിങ്ങളെ സഹായിക്കുന്നത്. പിന്നെ വരുന്നത് മലയാള സിനിമ. ഈ അവസാനം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു. മലയാളത്തിൽ ആദ്യത്തെ കളർ പടം ഏതാണ് എന്നുള്ളത്, കണ്ടം വെച്ച കോട്ടാണെന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ ഇതുപോലുള്ള സിമ്പിൾ ചോദ്യങ്ങളാണ് ഇവിടുന്ന് വരുന്നത്. എന്നാൽ അതേസമയം അതിനു മുന്നേ നടന്നതിലൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ആരാണ് എന്നുള്ള രീതിയിലാണ്. അപ്പം ആ ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഒന്ന് മനസ്സിലാക്കണം, ഏത് ലെവൽ തൊട്ട് ഏത് ലെവൽ വരെ ക്വസ്റ്റ്യൻസിനകത്ത് വേരിയേഷൻ വരുന്നുണ്ടെന്നുള്ളത്. മലയാള സിനിമയായിട്ട് നോക്കുമ്പോഴത്തേക്ക് മലയാള സിനിമ അങ്ങ് വിഗതകുമാരനിൽ ആരംഭിക്കുന്ന സിനിമയാണ്. വിഗതകുമാരൻ തൊട്ട് ഇങ്ങോട്ടേക്ക് മലയാള സിനിമ പല കാലഘട്ടങ്ങളിലൂടെ പല ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒറിജിൻ, അതിൻ്റെ ഗ്രോത്ത്, മേജർ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള വ്യക്തികൾ, നാഷണൽ അവാർഡുകളിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള മലയാള സിനിമകൾ ഉണ്ടെങ്കിൽ അത്, മറ്റ് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമുകളിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള മലയാള സിനിമകൾ, അതിൻ്റെ എഴുത്തുകാരെ അറിഞ്ഞിരിക്കണം, അതിന്റെ സംവിധായകർ, അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്ന നായകന്മാർ, ഈ രീതിയിൽ സിനിമയെ കുറിച്ച് പഠിക്കുക. സിനിമ മിക്ക ആളുകൾക്കും ഇഷ്ടമുള്ളൊരു മേഖല ആയതുകൊണ്ട് തന്നെ പഠിക്കാനും പഠിപ്പിക്കാനും വളരെ എളുപ്പമുള്ളൊരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത്. ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ആ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഈ പഠിച്ചതിൽ സ്പോർട്സും ലിറ്ററേച്ചറുമാണ് കുറച്ചധികം നമുക്ക് പഠിക്കാനുള്ളതും ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്നതുമായിട്ടുള്ള ഭാഗം. അപ്പോൾ ഈ രണ്ട് ഏരിയാസ് നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് നോക്കാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് പ്രയോറിറ്റിയിൽ വരുന്ന ഒരു ഏരിയയാണ് ആർട്സ് എന്ന് പറയുന്നത്. ആർട്ട് ഫോംസിലേക്ക് വരുമ്പോഴത്തേക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യ ശ്രാവ്യ കലകൾ എന്നുള്ള രീതിയിലാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻലി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതി ഡിവൈഡ് ചെയ്ത് പഠിക്കാം. പെർഫോമിംഗ് ആർട്സും ഉണ്ട്, ഫൈൻ ആർട്സും ഉണ്ട്. ഇപ്പൊ നമ്മുടെ കഥകളി, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം ഇതൊക്കെ പറയുന്നതാണ് പെർഫോമിംഗ് ആർട്സിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ഫൈൻ ആർട്സ് എന്ന് പറയുമ്പോഴോ നമ്മുടെ പെയിന്റിങ്, കാർട്ടൂൺസ് ഇതൊക്കെ എവിടേക്ക് വരും? ഫൈൻ ആർട്സിലേക്ക് വരുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ ഒരു ഡിവിഷൻ കൊണ്ടുവന്ന് പഠിക്കാനായിട്ട് നമ്മൾ നോക്കണം. നമുക്ക് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് കേരളത്തിലെ എന്നാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കലാരൂപങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ക്ലാസിക്കൽ ആർട്ട് ഫോംസ് ഉണ്ട്, റിച്വൽ ആർട്ട് ഫോംസ് ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ക്ലാസിക്കൽ ആർട്ട് ഫോംസ് വരും, റിച്വൽ ആർട്ട് ഫോംസ് വരും, ഫോക്ക് ആർട്ട് ഫോംസ് വരും. ഇങ്ങനെ പല രീതിയിലുള്ള ഡിവിഷൻസ് വരാറുണ്ട്. ഫൈൻ ആർട്സിലേക്ക് വരികയാണെങ്കിൽ പെയിന്റിങ് തന്നെ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളുണ്ട്, കാർട്ടൂണുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതുണ്ട്, ഈ അടുത്ത് മരണപ്പെട്ടു പോയ വ്യക്തികൾ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ഇവിടെ നിന്ന് ചോദിക്കാവുന്നതാണ്. അതേപോലെ ഈ മേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കലാകാരന്മാരും അതേപോലെ തന്നെ ഈ കല പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെ കുറിച്ചും ചോദിക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും ഈ ഭാഗത്തുനിന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓരോ കലാരൂപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പൊ നമ്മൾ കടമ്മനിട്ട പടയണിയുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. ഈ അടുത്ത് കഥകളി ഗ്രാമം എന്നറിയപ്പെട്ടത് പത്തനംതിട്ടയിലെ അയിരൂർ എന്ന ഗ്രാമമാണ് കഥകളി ഗ്രാമം എന്ന പേരിൽ അതിന് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സ്ഥലങ്ങളും കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ പത്മ അവാർഡ് ജേതാക്കളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്മശ്രീ ലഭിക്കുന്ന കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറെ കലാകാരന്മാരുണ്ട്. ഈ 2024 തന്നെ കഥകളിയിൽ നിന്നും തെയ്യത്തിൽ നിന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കലാകാരന്മാരുണ്ട്. ഇവരെയൊക്കെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഈ രീതിയിലുള്ളൊരു നോട്ട് നിങ്ങൾ ആർട്സ് റിലേറ്റഡ് ആയിട്ട് റെഡിയാക്കുക. ആർട്സും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്, സംസ്കാരം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് മാക്സിമം പോയാൽ ഒരു ക്വസ്റ്റ്യൻ ആണ് കൂടുതലും കണ്ടുവരിക, 1-2 ക്വസ്റ്റ്യൻസ് വരാം. ഇവിടെ നിന്ന് വരുന്നതിൽ കൾച്ചറൽ ഫെസ്റ്റിവൽസ് ആണ്.
ഓണത്തെക്കുറിച്ച് ചോദിക്കാം. ഓണം ആദ്യമായി പരാമർശിച്ചിരിക്കുന്ന ഒരു സംഘകാല കൃതി ഏതാണെന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സംഘകാല കൃതിയും അറിയണം, ഇവിടെ ഓണം റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. സോ കൾച്ചറൽ ഫെസ്റ്റിവൽസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ, ഇപ്പൊ അത്തച്ചമയം എവിടെയാണ് നടക്കുന്നത് എന്ന രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് നൽകുന്നത്. അടുത്തതാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി നിലവിൽ വരുന്നത് എവിടെയാണ്? അത് കേരളത്തിലാണ്, അതിന്റെ പ്രത്യേകത. അതേപോലെ തന്നെ ജൂയിഷ് സിനഗോഗുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അതേപോലെ ഇപ്പൊ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ, അതിന്റെയൊക്കെ പ്രത്യേകത. തൃപ്പടിദാനമൊക്കെ നമ്മൾ അവിടെ കേരള ഹിസ്റ്ററിന്ന് പഠിച്ചു വരും അല്ലെ. അപ്പൊ അതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ ഇവിടെയും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളത്. പിന്നെ വരുന്നത് കൾച്ചറൽ ലീഡേഴ്സ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ. സാംസ്കാരിക നായകന്മാരെ കുറിച്ച് ഇവിടെയും എടുത്തു പറയുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് ഇവിടെ ചോദിക്കുന്നുണ്ട്. കാരണം എന്താണ്? സാംസ്കാരികമായി നമുക്കൊരു മുന്നേറ്റം ഉണ്ടായ ഒരു മൂവ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. സോ ഈ രീതിയിൽ കൾച്ചറൽ ലീഡേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് കൾച്ചർ എന്നൊരു ഭാഗത്ത് നിന്ന് നോക്കി വെക്കണം. അപ്പൊ ഇങ്ങനെയാണ് മൊത്തത്തിൽ നമ്മൾ ഈ സബ്ജക്റ്റ് ഒന്ന് പഠിക്കേണ്ടത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു നോട്ടായിട്ട് തയ്യാറാക്കി വെക്കുക. ആ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ ഫില്ല് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായും, ഞാൻ വാക്ക് പറയാനായിട്ട് സാധിക്കും, ഉറപ്പായും നിങ്ങൾക്ക് 7 അല്ലെങ്കിൽ 8 മാർക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇനി മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാം. പക്ഷെ അവിടെ നമ്മളൊരു കുറച്ചുകൂടി ഒരു ഹയർ ലെവലിലേക്ക് പോകണം. ഇവിടെ ഒരു ബേസ് ലെവലിലാണ്, പ്രിലിംസിൽ ഒരു ബേസ് ലെവലിൽ മാത്രമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ വേണ്ടി വരിക. പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേണ്ടുന്നതാണ്. സോ ഈ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കാം. പിന്നെ അതേപോലെ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇത് ഏത് ബുക്ക് റെഫർ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സോഴ്സ് അല്ലെങ്കിൽ ഒരു ബുക്കിൽ നിന്ന് മാത്രം ഇൻഫർമേഷൻ കിട്ടുന്നു തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അല്ല, നമുക്ക് ഒരു പെർട്ടിക്കുലർ ബുക്ക് മാത്രമായിട്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കറണ്ട് അഫെയർ ന്യൂസ് പേപ്പർ വായന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. അതുപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ് വെബ്സൈറ്റുകൾ നോക്കേണ്ടി വരും. കാരണം ഇപ്പോൾ കേരള കലാമണ്ഡലത്തെക്കുറിച്ചൊക്കെയുള്ള അപ്ഡേറ്റ്സ് നമ്മൾ ആ വെബ്സൈറ്റിൽ തന്നെ നോക്കും. കൾച്ചറൽ മിനിസ്ട്രിയുടെ വെബ്സൈറ്റ് നമ്മൾ നോക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നമ്മളുടെ നോട്ടും കൂടെ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ നിങ്ങളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ട് ഈ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. എന്തായാലും അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസിൽ പറയാം. സോ വരാൻ പോകുന്ന ഡിഗ്രി തല പരീക്ഷകൾക്ക് വേണ്ടി എല്ലാവരും KS മെന്ററിനൊപ്പം നല്ല രീതിയിൽ തന്നെ തയ്യാറെടുക്കുക. നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് സെക്ഷനിൽ പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് ഇപ്പോൾ നമുക്ക് റണ്ണിങ് ആണ്. സോ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും തീർച്ചയായിട്ടും ഈ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. ഓക്കെ, താങ്ക് യു.